എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ എല്ലായിടത്തും ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകളും തന്നെ ഔട്ട്ഡേറ്റഡായി മാറിയിരിക്കുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര തൊഴിൽ മാർക്കറ്റിലെ ജോലിയുടെ സ്വഭാവം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാകും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മലയാളികളായ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ടുള്ള വിവിധ സെക്ടറുകളിലുണ്ടാകും. അവർ സൂക്ഷ്മമായി ലോകത്തിലെ തൊഴിൽ മേഖല നിരീക്ഷിച്ചുകൊണ്ട് അതിന് അനുരോധമായി അതിന് സമാന്തരമായി ഇവിടുത്തെ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് അതിന് പാകത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാകും. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, അവരെ റീസ്കിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ലോകത്ത് മാറുന്ന തൊഴിൽ മേഖല മാറുന്നതനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ള ഒരു പുതിയ സങ്കല്പം കൊണ്ടുവരുന്നത്. അതുകൂടാതെ വയനാട് ജില്ലയിലെ മൊത്തത്തിലുള്ള കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സും തരുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് കോപ്പിയും തരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അതിന് ബാക്കിയാണ് മറ്റേ ഞാൻ ഡ്രീം പ്രോജക്ട്സ് കഴിഞ്ഞിട്ട് മെയിൻ ഇതിലേക്ക് മാറുകയാണ്. ആശ്രയ പദ്ധതിയുടെ 2ാം നവ ആശ്രയ ആരംഭിക്കും. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമമാണ്. വിശപ്പ് രഹിത കേരളം ഉറപ്പാക്കാൻ കൊച്ചിൻ കോർപ്പറേഷൻ ഉണ്ടാക്കിയതുപോലുള്ള മോഡൽ ഇന്ദിരാ ക്യാൻറ്റീൻ പ്രത്യേക മേഖലയിൽ അർഹരായ ആളുകൾക്ക് ഓരോ സമയത്തും പ്രത്യേകമായ സൗജന്യ റേഷൻ. നമുക്ക് യുവശക്തി നാടിൻ സമ്പത്ത്, യുവാക്കൾക്ക് പദ്ധതി വിഹിതത്തിന്റെ 5% മാറ്റിവെച്ച് യുവാക്കൾക്ക് കുടുംബശ്രീ മോഡൽ യുവശ്രീ സംഘങ്ങൾ ഉണ്ടാക്കും. ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 25% കൂടുതൽ തുക കൊടുക്കും. നമുക്ക് അർഹമായ സ്പെഷ്യൽ സ്കൂളുകളുണ്ട് കേരളത്തിൽ, അവർക്ക് എയ്ഡഡ് പദവി കൊടുക്കും. എയ്ഡഡ് പദവി, കാരണം ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്ന സ്കൂള് അവർ വലിയ പ്രയാസങ്ങൾ നേരിടുകയാണ്. അവർക്ക് സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നേരിടും. അതുപോലെ ഭിന്നശേഷി നിയമനത്തിനായി നിശ്ചിത തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും കീഴിലുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് സത്വരമായി അംഗീകാരം കൊടുക്കുന്നതിനുള്ള നടപടികൾ ചെയ്യും. 17,000 അധ്യാപകർ, 17,000-നും 20,000-ത്തിനുള്ള ഇടയിലുള്ള അധ്യാപകർ ശമ്പളം കിട്ടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC, ഓട്ടോറിക്ഷ ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഒരു ഫ്യൂവൽ സബ്സിഡി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. പിന്നെ ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപ. അംഗൻവാടി ജീവനക്കാർ, ആശ വർക്കേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേഗത്തിൽ സ്വീകരിക്കും. സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാകും. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 20 മാസമായി. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അരിയേഴ്സ് സമയബന്ധിതമായി നൽകാനും നടപടിയെടുക്കും. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ, പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും
കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റ് ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രികൾ. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൗകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും.